ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ആവുന്നതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ അത്. എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾ കാക്കനാടാണ് കേട്ടോ അപ്പാർട്ട്മെൻ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധനങ്ങളെല്ലാം നമ്മൾ ഇന്നാണ് കൊണ്ടുപോകുന്നത്. കാറിലെടുക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എത്താറായപ്പോഴത്തേനും വിശന്നു തുടങ്ങി. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എന്നാലും പുറത്തിറങ്ങിയപ്പോൾ ഒന്നും കൂടെ വിശന്നു. എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ദോശയൊന്നും കഴിച്ചില്ല. പിന്നെ ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരി കുറച്ച് ക്യാമറ ഷൈ ആയതുകൊണ്ടും ഇൻട്രോവേർട്ടാണെന്ന് സ്വയം പ്രഖ്യാപിച്ചതുകൊണ്ടും ഞാൻ ഫേസൊന്നും അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ വീഡിയോയിലൊന്നും. അത് ശരിയല്ലല്ലോ, നമ്മൾ അവർക്ക് ഇഷ്ടമല്ലാണ്ട് അവരെ ചുമ്മാ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ക്യാമറയിൽ കാണിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഇതാണ് ഞാൻ എടുത്ത അപ്പാർട്ട്മെൻറ്റ്. 1 BHK ആണ് കേട്ടോ. നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നതിന് ശേഷം അവസാനം കിട്ടിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളൊരു സ്പേസാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടെ പോയി എൻ്റെ ലഗേജ് എല്ലാം എടുത്ത് തിരിച്ചു വെച്ച് വന്നപ്പോഴത്തേനും ഉച്ചയായി. സോ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് നമ്മളങ്ങനെ ഹെവി ഫുഡൊന്നും കഴിക്കാൻ പോയില്ല കേട്ടോ, നമ്മൾ മീൽസാണ് കഴിച്ചത്. പിന്നെ എൻ്റെ ഫ്രണ്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ പോയി മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഷോപ്പിലോട്ട് വരുന്നത്. അതിനകത്ത് കുറച്ചിങ്ങനെ യുണീക്കായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കണ്ടു. നമ്മൾ യൂഷ്വലി അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയാലൊന്നും കാണാത്ത കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഒന്ന് ചുമ്മാ വിസിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. ഈ ഷോപ്പ് നമ്മുടെ എടപ്പള്ളിയിലാണ് കേട്ടോ വരുന്നത്. ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കയറി നോക്കി എന്തെങ്കിലുമൊക്കെ എടുത്തതിന് ശേഷം വേറെ എവിടെയെങ്കിലും പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നേ. പക്ഷേ പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം അഫോർഡബിൾ തന്നെയായിരുന്നു റേറ്റും. പിന്നെ കുറേയൊക്കെ ഞാൻ ഓൺലൈൻ പർച്ചേസും ചെയ്തായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വല്ലാതെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മേടിക്കാമെന്ന് വിചാരിച്ചാൽ പോയേ. പക്ഷേ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുത്തെ ഒബ്രോൺ മോളിൽ പോയിട്ട്, ഒബ്രോൺ മോളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കി കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ചത്. നമ്മുടെ ഷോപ്പിംഗ് ഫുൾ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഈ പരിപാടിക്കായിരുന്നു കേട്ടോ. പിന്നെ ചെന്നപ്പോഴത്തേനും ആകെ ടയർഡായിരുന്നു, കാരണം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. എന്നാലും നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ക്ലീൻ ചെയ്ത് തന്നെയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ പുതിയതായി വന്നാൽ കൊണ്ട് ഫുൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു. അത് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നു കേട്ടോ, കാരണം ഇനി ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. സോ പിറ്റേ ദിവസം രാവിലെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് എണീച്ചത്. നമ്മൾ കുറേ സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് ഞാൻ ഇന്നലെ തന്നെ കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം അൺബോക്സ് ചെയ്യാണ് രാവിലെ തന്നെ എൻ്റെ ആദ്യത്തെ പരിപാടി. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു കയ്യിലാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഇങ്ങനത്തെ കത്തിയാണ്. ഇത് ഞാൻ അതിൻ്റെ പ്രിൻ്റെല്ലാം കണ്ട് വാങ്ങിച്ചതാണ്. നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ കുക്കിംഗ് റീൽസൊക്കെ ഇടുമ്പോൾ കാണാറില്ലേ പ്രിൻ്റായിട്ടുള്ള കത്തികൾ. ഞാൻ ചുമ്മാ ഒരു ഫാൻറ്റസിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഈ സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ റീൽസൊക്കെ കണ്ട് അവരുടെ റെക്കമെൻഡേഷനൊക്കെ നോക്കി പിന്നെ റിവ്യൂസൊക്കെ നോക്കി വാങ്ങിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ലതായിരുന്നു. ഒന്നും അങ്ങനെ ഡിസപ്പോയിൻ്റ് ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. സോ നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഓയിലൊക്കെ ആക്കി വെക്കുന്നൊരു ബോട്ടിലാണ് കേട്ടോ. ഈ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചതൊന്നല്ലായിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഞാൻ ഇപ്പം വാങ്ങിച്ചതെല്ലാം. ഇതിനകത്ത് കണ്ടോ 2 ബോട്ടിലായിട്ടാണ് വരുന്നത് ഒരു സെറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഗ്ലാസ് ബോട്ടിലിൻ്റെ. പിന്നെ അതിൻ്റെ ക്യാപ്പായാലും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത്യാവശ്യം വെയിറ്റുള്ള ബോട്ടിലുമായിരുന്നു അത്. അതിങ്ങനെ ചുമ്മാ പ്രസ് ചെയ്ത് തിരിച്ചു വയ്ക്കാനുള്ളതായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഒഴിച്ച് വയ്ക്കാനുള്ളതായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അതിനകത്താക്കിയിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള ഇതും വരുന്നുണ്ട്, പിന്നെ സ്ക്രബും വരുന്നുണ്ട്. സോ വേറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊരെണ്ണം മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. മുന്നേ എടുത്തു വെച്ചതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഉപകാരമായത്. എനിക്കങ്ങനെ കുറേ തിരയേണ്ട ആവശ്യം വന്നില്ല. പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് 4 കൈൻഡ് ഓഫ് സാധനങ്ങളാക്കി വയ്ക്കാൻ പറ്റും. ഇങ്ങനെ പയർ, കടല അങ്ങനത്തെയാണ് കേട്ടോ ഞാൻ
വാങ്ങിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് ഒറ്റ ഇതിനകത്ത് തന്നെ കുറച്ച് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഈ ഒരു കുട്ടി ബോക്സാണ്. ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം എണ്ണയൊക്കെ തേച്ച് കൊടുക്കില്ലേ, ആ ഒരു ഇതായിരുന്നു. കാണാൻ കുറച്ച് ക്യൂട്ടായതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതും ഞാൻ എവിടെ നിന്നോ കണ്ടിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഞാൻ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ആദ്യം തന്നെ അൺബോക്സ് ചെയ്തായിരുന്നു. ഇത് നമ്മൾ സ്പൈസസ് ഒക്കെ ആക്കി വെക്കുന്ന ഒരു പാത്രം. ഇതിനകത്ത് നമുക്കിങ്ങനെ കുറേ കുഞ്ഞു ബോക്സുകളാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് പല കൈൻഡ് ഓഫ് സാധനങ്ങളാക്കി വയ്ക്കാം. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറില്ലേ ഷുഗർ, കോഫി അങ്ങനെയൊക്കെ എഴുതിയത്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനത്തെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചണൊക്കെ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ പാത്രങ്ങളൊന്നും ആക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചെറിയ സ്പേസുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്കി വയ്ക്കാം. എന്നിട്ട് ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാം. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, തിരഞ്ഞ് നടക്കുകയും വേണ്ട, എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വയ്ക്കാം. അധികം സ്പേസും എടുക്കുന്നില്ല. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കിച്ചണിക്ക് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും സ്റ്റോറേജും കൂടെ നോക്കിയാണ് വാങ്ങിച്ചത്. നമുക്കിങ്ങനെ കുറേ സ്ഥലം ഇതെല്ലാം വയ്ക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തീരെ കൺജസ്റ്റഡ് ആയ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എല്ലാം അങ്ങനെ നോക്കിയാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സാധനമാണ് കേട്ടോ. സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. എനിക്ക് ഈ സാധനങ്ങളൊക്കെ ബോക്സിലിട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാൻ വേറെ ആരെയും ഇതിലേക്ക് വിളിച്ചില്ല. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ക്ലീൻ ചെയ്യാനും ഇതാക്കാനൊക്കെ ഞാൻ പിന്നെയും ആൾക്കാരുടെ ഹെൽപ്പൊക്കെ ചോദിക്കും. സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബോക്സാണ് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തില്ലേ, ആ സെയിം ബോക്സാണ്. ഈ പാത്രങ്ങളെല്ലാതും ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. സോ അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം സാധനങ്ങളെല്ലാം ആക്കി വെച്ചു. ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് പുതിയതായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് നമ്മൾ ഈ പൊട്ടിച്ച പാക്കറ്റൊക്കെ സീൽ ചെയ്യാൻ യൂസ് ചെയ്യണതാണ്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടൊരു ബ്ലാക്ക് കളർ സാധനമുണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേലൊക്കെ വയ്ക്കാം. അത് മാഗ്നറ്റാണ്. ഇത് നമ്മളിങ്ങനെ ബട്ടൺ ഓൺ ചെയ്തിട്ടാണ് യൂസ് ആക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേബിളും വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ബട്ടൺ അമർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇത് സീൽ ചെയ്ത് വയ്ക്കാം. ഒരു വട്ടം ആക്കുമ്പോൾ തന്നെ സീലാവാറുണ്ട്. ഞാൻ പിന്നെ ഒന്നും കൂടി ആക്കി വെച്ചു എന്നേ ഉള്ളൂ. കണ്ടോ, നമ്മളിങ്ങനെ പിന്നെ ഇതാക്കുമ്പോഴത്തേനും അതൊന്നും പുറത്തേക്കൊന്നും വരുന്നില്ല. നമുക്ക് എയർ ടൈറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഇട്ട് വയ്ക്കാൻ പിന്നെയും സെപ്പറേറ്റ് ബോക്സ് വാങ്ങിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒറ്റ ബോക്സിനകത്താക്കിയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. ഇത് വാങ്ങിക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത്ര റേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിനാണ് എനിക്കിത് കിട്ടിയത്. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മളതെല്ലാം എടുത്തു വെച്ചു. ഇനി നമ്മൾ എണ്ണയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ആ ക്യാപ്പ് പോലത്തെ സാധനമൊക്കെ നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ. നമുക്കിത് ഒഴിച്ച് വയ്ക്കുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് ഒരു ഭാഗത്ത് എടുത്തു വെച്ചു. ഇതായിരുന്നു നമ്മുടെ ഉച്ച വരെയുള്ള പണി കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേനും നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് വാങ്ങിച്ചതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു സാധനമാണ്. ഇത് ഞാൻ ചുമ്മാ ഷോപ്പിൻ്റെ കൗണ്ടറിൽ ഇങ്ങനെ നിന്നപ്പം ഒരു കളർഫുൾ സാധനം കണ്ടപ്പോൾ ഞാൻ എടുത്തു നോക്കിയതാണ്. എനിക്കത് ആവശ്യം ഉണ്ടാവുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ കളർ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ക്യൂട്ടായി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്കിത് അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഹാങ് ചെയ്തിടേണ്ട ആവശ്യമില്ല. ഇതിനിങ്ങനെ ഇതുപോലെ 2 ഹുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ മാറ്റി ഇടാം. വെയിൽ വരുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് മഴ പെയ്യുമെങ്കിൽ നമുക്ക് ഇത് അവിടെ നിന്ന് അയച്ച് വേറെ സ്ഥലത്തോട്ട് ഇടാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ കുറേ ക്ലിപ്പും വരുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ അതുമ്പോൾ ക്ലിപ്പ് ചെയ്തിട്ടും വയ്ക്കാം, അല്ലാണ്ട് നോർമൽ ഹാങ് ചെയ്യണ പോലെ ഹാങ് ചെയ്തിട്ടും വയ്ക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷീറ്റാണ്. ഇതൊരു സിലിക്കണിൻ്റെ ഷീറ്റാണ്. ഞാനിത് ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ചപ്പാത്തി പരത്താൻ നമ്മളിങ്ങനെ അല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ കുറേ സ്ഥലം പോകും. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കഴുകി ഉണക്കിയതിന് ശേഷം മടക്കിയിട്ട് എവിടെയെങ്കിലും എടുത്തു വയ്ക്കാം. അധികം സ്ഥലം പോകുന്നില്ല. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ട് വന്നു. നമ്മളെ ഡ്രസ്സൊക്കെ അൺപാക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം വാർഡ്രോബിൽ എടുത്തു വയ്ക്കണം. അപ്പോൾ അരുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ച് കഴിഞ്ഞു. അതെനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഹാങ് ചെയ്തിടാനുള്ള സാധനങ്ങളല്ലേ. സോ നമ്മൾ ഈ ഹാങ്ങറും എല്ലാം നമ്മൾ ഇന്നലെ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ആ ഷോപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും പുതിയ വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ.
വീട്ടിൽ നിന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത സമയത്ത് നമ്മൾ മടക്കി വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പം പണികൾ കുറച്ച് എളുപ്പമായിരുന്നു. ജസ്റ്റ് ആ പെട്ടി തുറന്ന സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ ഷെൽഫിലോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ആകെ അപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരൊറ്റ കബോർഡാണ് ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ കബോർഡിനകത്തോട്ട് എടുത്തു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതിന് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഓർഗനൈസിങ് ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതേ ഞാനൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ച ക്യാൻഡിലാണ് കേട്ടോ. ഇതിന് വലിയ സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സെൻറ്റഡ് ക്യാൻഡിലാണ്, പക്ഷേ അത്ര സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചുമ്മാ ഒരു ഭംഗിഹീനം കത്തിച്ച് വെച്ചു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.